ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ഈ നീതീകരണത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചുമൊക്കെ ശരിയായിട്ടുള്ള തിരിച്ചറിവുണ്ടാകണം കേട്ടോ. പലപ്പോഴും നമുക്കൊരു കാര്യം തോന്നാം, ദൈവം നമ്മളെ നീതീകരിച്ചു, പിന്നെ നമ്മൾ അനുദിനം മാനസാന്തരപ്പെടുന്നു. അല്ലെങ്കിൽ ജഡ്ജ് യുവർ സെൽഫ് എന്ന് പറയേണ്ട ആവശ്യം എന്താ? ദൈവം നമ്മളെ പാവങ്ങളെല്ലാം മോഹിച്ച് നീതീകരിച്ചല്ലോ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പോയാൽ പോരെ? നമ്മൾ ദൈവം നീതീകരിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ മനോഭാവത്തിലോട്ട് വരാൻ, സ്വഭാവത്തോട് അനുരൂപരാകാൻ. ഇപ്പോഴും നമുക്ക് പാപത്തിൽ തുടരാൻ ആഗ്രഹമെങ്കിൽ ഓർത്തോണം, നമ്മുടെ ഉള്ളിൽ ശരിക്കുള്ള മാനസാന്തരം നടന്നിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുക, വർഷങ്ങളായി ഒരു ലൈറ്റ് പോലും വരാത്ത ജയിലിൽ കിടക്കുക. പെട്ടെന്നൊരു ദിവസം ഉത്തരവ് വന്നു, നിങ്ങളെ നാളെ ഫ്രീ ആക്കാൻ പോവാം, നിങ്ങളുടെ ശിക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഇളവ് ചെയ്യും, നിങ്ങളെ നാളെ ഫ്രീ ആക്കാൻ പോവാം. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നു വിടുക, ലോകത്തിലേക്ക്, ഈ അടിമത്തത്തിൽ നിന്നും അല്ലെങ്കിൽ കാരാഗ്രഹവാസം നമ്മളെ വിടുക. നമ്മുടെ ഉള്ളിൽ സന്തോഷമാണോ സങ്കടമാണോ? അത് നമ്മളെ മൂടോട്ടോ, അയ്യോ ഇവിടെ നല്ല സുഖമായിരുന്നു, നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു, ഒന്നും കുഴപ്പം, ചുമ്മാ ചൂണ്ടുകിടക്കുന്നു, ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് സന്തോഷം. യേശുക്രിസ്തു പറഞ്ഞു, പുത്രൻ സ്വാതന്ത്ര്യം തരുവാണെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ആത്മാവുടെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഏതിൽ നിന്നാണ്? പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ വീണ്ടും പാപം ചെയ്യാനായിട്ട് ഇങ്ങനെ അതിനുള്ള ലൂപ്പ് ഹോൾസ് ഈ വക്കീലന്മാർ നിയമം തപ്പിപ്പിടിക്കുകയല്ലേ, വകുപ്പുകൾ ഇതിനെ ന്യായീകരിക്കാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തപ്പിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമുക്ക് ആ അടിമത്തിൽ നിന്ന് പുറത്തു വരാൻ ഇഷ്ടമില്ല. നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. വാസ്തവത്തിൽ പാപം എന്ന് പറഞ്ഞാൽ അടിമത്തം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാം. ഈ പാപത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കാമെന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. അതൊരു അടിമത്തമാണ് കൊണ്ട്. പക്ഷെ നമുക്കിപ്പോഴും ഇഷ്ടം എന്താ? ആ അടിമത്വത്തിൽ അല്ലെങ്കിൽ അടിമത്തത്തിൽ കിടക്കാൻ, അല്ലെങ്കിൽ ആ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ. അതെന്താ അങ്ങനെ? കർത്താവിൻ്റെ നേച്ചർ നമ്മളോട് വരുന്നില്ല. ഇപ്പോഴും ആദാമിൻ്റെ നേച്ചർ നമ്മൾ കിടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ മാനസാന്തരം വന്നിട്ടില്ല. പണ്ട് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഈ ഒരു വലിയ ഗുഹയിൽ കുറേ ആൾക്കാരെ എന്തോ യുദ്ധത്തടവുകാരെന്തോ പിടിച്ചിട്ടാന്ന് തോന്നുന്നു. വർഷങ്ങളായിട്ട് അടച്ചിട്ട് പുറത്തോട്ട് വെട്ടവും പിടിച്ചൊന്നുമില്ല. അതിനകത്ത് വർഷങ്ങൾ അടച്ചിട്ടതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഇവർ റിലീസ് ചെയ്യും. ഇവർ വലിയ സന്തോഷത്തോടെ പുറത്തോട്ട് ഓടി ഒരു അധിക സമയം പെട്ടെന്ന് തന്നെ ഇവർ തിരിച്ചലറിക്കോട്ട് അകത്തോട്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവർക്ക് ഈ ലൈറ്റ് താങ്ങാൻ പറ്റുന്നു. കാരണം അന്ധകാരത്തിൽ വർഷങ്ങളോളം കളന്ന് ശീലിച്ചു. അവർക്ക് ഈ വെളിച്ചം കണ്ണോട്ട് അടിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അവർ വീണ്ടും തിരിച്ച് അന്ധകാരത്തിലോട്ട് വരും. പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ അവസ്ഥ ഇതാണ്. വർഷങ്ങൾ പല പാവങ്ങളും ബന്ധിച്ച് കിടക്കുക. ഇതൊരു ബന്ധനമാണെന്നോ ഇതൊരു അടിമത്വമാണെന്നോ ഒന്നും അറിയുന്നില്ല. അതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഈ ഡ്രഗ് അഡിക്ട്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങൾ കോലാപ്പൂരിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പെയിൻ ഗസ്റ്റൊക്കെ താമസിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു, വിനോദം എന്നാണ് തോന്നുന്നു പേര്. ഒരു ചെറുപ്പക്കാരൻ, അന്ന് 25 വയസ്സ് 28 വയസ്സാണ്. അദ്ദേഹം ഡ്രഗ്സ് അടിക്കും. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി ഫ്രീ ആയിട്ട് വരും. വലിയ സന്തോഷത്തോടെ വലിയ വലിയ കാര്യങ്ങൾ പോകും. ഞാൻ ഫ്രീ ആയി, ഇപ്പോഴാണ് ജീവിതം എന്താണെന്ന് അറിയുന്നത്, ഞാൻ എന്തായി കളഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം താമസിക്കുക ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കാണാം പോയി അടിക്കും. പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിടിച്ച് എന്നിട്ട് അന്നേരം മുന്നോട്ട് ചോദിക്കാൻ പറഞ്ഞതാണ്, ഒരിക്കൽ അടിമയായ പിന്നെ എന്നും അടിമയാണ്. വാസ്തവത്തിൽ പുള്ളിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമില്ല. കാരണം മരുന്നൊക്കെ എടുത്ത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി അതിൻ്റെ വിത്ഡ്രോൾ സിംറ്റംസ് ഒക്കെ പോയി പുള്ളി ഫ്രീ ആയതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീണ്ടും ജന്മം നടക്കുമ്പോൾ നമ്മളെ പഴയ മനുഷ്യൻ മരിക്കുക, പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആദാമിൻ്റെ നേച്ചറായിരുന്നു. പഴയ മനുഷ്യനായിരുന്നു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. നമ്മളിപ്പോൾ ഒരു ഫ്രീ ഗ്രൗണ്ടിൽ നിൽക്കുക. ഇനി നമുക്ക് ചൂസ് ചെയ്യാം എങ്ങോട്ട് പോകണം. കർത്താവിൻ്റെ കൂടെ പോകണം, ലോകത്തിൻ്റെ കൂടെ പോകണം. ഇപ്പോൾ കുറച്ച് ദിവസം കർത്താവിൻ്റെ കൂടെ കാണും. ഞാൻ അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പെട്ടെന്ന് ടേണിംഗ് ബാക്കാണ്. ഇത് വലിയ ത്രില്ലൊന്നുമില്ല, അല്ല എന്തുവാ ചുമ്മാ ബോറിങ്. മറ്റേ ഭയങ്കര രസമായിരുന്നു. നല്ല ഡിം ലൈറ്റും തണുപ്പും മ്യൂസിക്കും ഐസും ഇല്ല. അപ്പോൾ വീണ്ടും പഴയലോട്ട് അതിൽ നിന്ന് വിടുവിച്ച്
കർത്താവ് സ്വാതന്ത്ര്യം കൊടുത്ത് ആ പാപത്തിൻ്റെ നുഖത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് ഫ്രീ ഗ്രൗണ്ടിൽ നിർത്തിയില്ല. ഫ്രീ ഗ്രൗണ്ട്. നമ്മൾ അഡിക്സിനെ അല്ലെങ്കിൽ ഈ ഓരോന്നിന് അടിമകളെ മദ്യപാനത്തിൻ്റെയും ഈ ലഹരിമരുന്നിൻ്റെ അടിമകളായിട്ടുള്ളവർ ശ്രദ്ധിച്ചറിയാം. ഒത്തിരി ആൾക്കാർ ട്രീറ്റ്മെൻറ്റിൽ കൊണ്ട് രക്ഷപ്പെടും. ഒത്തിരി ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടംപോലെ എടുക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയിലുണ്ട്. അതെന്തുകൊണ്ടാണ്? ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ വിഡ്രോൾ സിംറ്റംസ് കൊണ്ടാണ് പലരും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വിഡ്രോൾ സിംറ്റംസിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രീ ആയിട്ടിരിക്കും, കുറേ ആൾ നല്ല സന്തോഷിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ പഴയ ഓർമ്മകൾ കയറി വരും. ഇത് തരുന്ന ഒരു സുഖവും സന്തോഷവും. അപ്പോൾ അത് തരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മറക്കും. ഒത്തിരി പ്രയാസപ്പെട്ടതാണ്, അതെല്ലാം അങ്ങ് മറക്കും. ഈ നൈമിഷിക സുഖം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ദൈവവേദന വീണ്ടും ഇങ്ങനെ നടന്നു. പഴയ മനുഷ്യൻ പാപം ചെയ്യാനായിട്ട് നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. നമ്മൾ ഫ്രീ ആയി, അഡിക്ഷൻ മാറി, ഫ്രീ ആയി. കുറച്ചാൾ ഫ്രീ ആയിട്ടിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ പാപത്തിൻ്റെ കുറച്ചൊരു സന്തോഷമുണ്ട്. അത് തരുന്നൊരു പ്ലഷർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്ലഷിൻ്റെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പ്ലഷർ ഓഫ് ദ സിൻ, പാപത്തിൻ്റെ സുഖം, നൈമിഷിക സുഖം. അതിൻ്റെ അനന്തരഫലങ്ങൾ മുഴുവൻ നമ്മളങ്ങ് മറക്കും. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കുറ്റബോധം അല്ലെങ്കിൽ ഭയം, നമ്മൾക്കുണ്ടാകുന്ന എന്താ പറയുക, പിശാചി നമ്മളെ അടിമയാക്കുന്നത്, ഇതെല്ലാം നമ്മളങ്ങ് മറക്കും. തൽക്കാലത്തേക്ക് ഇതിലോട്ടങ്ങ് പോയേക്കാം. അതുപോലെ നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വാഴുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുകയാണെങ്കിൽ വീഴുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ടെമ്പററി എന്ന് പറഞ്ഞാൽ ഒരു പൂച്ച ചെളിയിൽ വീഴുന്ന പോലെ പെട്ടെന്ന് തന്നെ അത് എഴുന്നേറ്റ് നക്കി തുടച്ച് ക്ലീനാകും. അതേസമയം ചിലവുണ്ട് പന്നിയുടെ കാര്യം, ആ ചെളി കിടന്ന് ഉരുളും, രണ്ടും രണ്ടാകും. കഥാവലിയിരിക്കും.